ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കുക്കർ കൊണ്ട് ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിലും കുറഞ്ഞ സമയത്തിലും ഒരു കിടിലൻ ചിക്കൻ ബിരിയാണി പ്രഷർ കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ബാച്ചിലേഴ്സിനും തുടക്കക്കാർക്ക് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കെങ്കിൽ ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. ബസ്മതി അരി 2 കപ്പ് കഴുകി 20 മിനിറ്റ് കുതിർത്തിട്ട് ഉള്ള അരിയാണ് വേണ്ടത്. ചിക്കൻ 1/2 കിലോ ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ, പച്ചമുളക് 4 എണ്ണം ചതച്ചത്, തൈര് 3 ടേബിൾ സ്പൂൺ, മല്ലിയില പുതിനയില ആവശ്യത്തിന്, ബിരിയാണി മസാല 1.5 ടേബിൾ സ്പൂൺ, ഓപ്ഷണലാണ്, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, നെയ്യ്, എണ്ണ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, വെള്ളം 3 കപ്പ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമുക്ക് വെള്ളം ആവശ്യമായിട്ടുള്ളത്. ഇനി തയ്യാറാക്കേണ്ട വിധം: കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യും അതേ അളവിൽ തന്നെ എണ്ണയും ഒഴിക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി വഴറ്റുക. സവാള ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് എന്നിവ ചേർത്ത് പച്ച മണം മാറുന്നത് വരെ വഴറ്റുക. അതിലേക്ക് തക്കാളി ചേർത്ത് നന്നായി ഉടയും വരെ വഴറ്റണം. തീ കുറച്ച് വച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം മുളക് പൊടി, ബിരിയാണി മസാല, പാകത്തിന് ഉപ്പ് എന്നിവയും ചേർത്ത് നന്നായി മൂപ്പിക്കുക. ഇതിലേക്ക് തൈര്, മല്ലിയില, പുതിനയില എന്നിവയും ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കുക. കുക്കർ അടച്ച് വെച്ച് വിസിലിടരുത്. വിസിലിടാതെ 10 മിനിറ്റ് വേവിക്കുക. ചിക്കനിൽ നിന്നൊക്കെ താനെ വെള്ളം വരും. ഇനി ഇതിലേക്ക് 3 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിപ്പിക്കുക. വെള്ളം നന്നായി തിളയ്ക്കണം. വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം അരിയിടണം. വെള്ളത്തിൽ അപ്പോൾ തന്നെ ഉപ്പിടണം. ഉപ്പ് വെള്ളത്തിനേക്കാളും ചെറിയൊരു ഉപ്പ് കൂടുതലായിരിക്കണം. അതിന് ശേഷം അരിയിട്ടതിന് ശേഷം നന്നായി ഇളക്കി വയ്ക്കുക. കുക്കർ മൂടി വെച്ച് 1 വിസിൽ അടിക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. 1 വിസിൽ വന്ന ഉടനെ തന്നെ കുക്കർ ഓഫ് ചെയ്യണം. കുക്കറിലെ പ്രഷർ തനിയെ പോകാൻ അനുവദിക്കുക. അതിന് ഏകദേശം 15 മിനിറ്റ് എടുക്കും. അതിനുശേഷം തുറന്നു നോക്കുക. മുകളിലേക്ക് അല്പം മല്ലിയിലയും വേണമെങ്കിൽ വറുത്ത മുന്തിരി, അണ്ടിപ്പരിപ്പ് ഒക്കെ നമുക്ക് ചേർക്കാം. ചൂടോടെ നല്ല വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനുള്ള ടിപ്പുകൾ നോക്കാം. അരി ചേർക്കുന്നതിന് മുൻപ് വെള്ളം നന്നായി തിളച്ചിരിക്കണം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ അരി ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വെന്ത് കഴിയുമ്പോൾ എല്ലാം കൂടി പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കും. അരി ഇട്ടതിന് ശേഷം ഒരുപാട് ഇളക്കരുത്. അരി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ബസ്മതി അരിയൊക്കെ ആണെങ്കിൽ നീളമുള്ള അരിയായിരിക്കും, അതൊക്കെ പൊട്ടിപ്പോകും. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഇതുപോലത്തെ വ്യത്യസ്തമായ വിഭവങ്ങൾ കൊണ്ടുവരാം.